ഓണം എന്നാൽ മലയാളികളെ സംബന്ധിച്ചൊരു വികാരമാണ്. കാലാകാലങ്ങളിൽ ഓണാഘോഷങ്ങളിൽ വിവിധ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ മാറ്റങ്ങളിലും ആഘോഷങ്ങളുടെ മാറ്റ് ഒട്ടും കുറയാതെ കാത്തുസൂക്ഷിക്കാറുണ്ട്. ഐതിഹ്യവും പാരമ്പര്യവും വിശ്വാസവും ആഘോഷവും ഉൾപ്പെടെ ഒന്നിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായി എല്ലാം സമന്വയിപ്പിച്ച് നാടാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമുണ്ടെങ്കിൽ അത് ഓണമാണ്. അതിനാൽ തന്നെ ഓണക്കാലത്തിൻ്റെതായി മാത്രം വിവിധ അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും ഉണ്ടുതാനും. ഇത്തരത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓണക്കാല തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി. ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കിട്ടിയ കലാകാരന്മാർ ആണ് പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. തൃശ്ശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത്. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പുലികളികൾ അരങ്ങേറാറുണ്ട്. തൃശ്ശൂരിന്റെ പുലിക്കളിക്ക് ഏകദേശം 200 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നു. തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചതാണ് പുലിക്കളി എന്നാണ് വിശ്വാസം. കടുവയുടേതുപോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖംമൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലിക്കളിക്കാർ. പ്രത്യേക പരിശീലനം ഇതിനായി ആവശ്യമാണ്. കടും മഞ്ഞ നിറവും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. പുള്ളിപ്പുലി വരയ്ക്കുമ്പോൾ പിൻഭാഗത്തു നിന്നും വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം. പട്ടവര മുതൽ സീബ്ര ലൈൻ വരെ 6 തരം വരകളാണ് വേണ്ടത്. മാസങ്ങളുടെ പരിശീലനവും അധ്വാനവുമാണ് ഓരോ പുലിക്കളി സംഘത്തിനും ഉള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ നീക്കം ചെയ്താണ് ചായം പൂശുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട ജോലിയാണ്. കടലാസിൽ പശ പുരട്ടി മുഖരൂപം ഉണ്ടാക്കിയ ശേഷം അതിനുമേൽ ചൂരൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും. സൈക്കിൾ ട്യൂബ് മുറിച്ച് നാവുണ്ടാക്കും. രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചെടുക്കും. പിന്നെ ഏത് പുലിമുഖമാണോ വേണ്ടത് അതിന് അനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖംമൂടി തയ്യാറാക്കണം. ഇപ്പോൾ വിവിധ ഇനം മുഖംമൂടികൾ റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടും. 4ാം ഓണ ദിവസമാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക. ഓണനാളുകളിൽ തൃശ്ശൂർക്കാരന്റെ ഹൃദയതാളം പുലിക്കൊട്ടാണ്. പാണ്ടിയുടെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാട്ടിൽ പുലിക്കൊട്ട് നെഞ്ചിലേറ്റുന്ന നാളുകളാണ് ഓണനാളുകൾ. 70 വർഷം മുമ്പ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട്. തൃശ്ശൂരിലെ പുലികളിക്കല്ലാതെ മറ്റൊരിടത്തും ഈ വിശേഷാൽ കൊട്ടില്ല. മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുര താളത്തിനൊപ്പമാണ് കിലുങ്ങുന്ന അരമണിയും കെട്ടി പുലികൾ ഇറങ്ങുന്നത്. വിയൂർ, കോട്ടപ്പുറം സെന്റർ, വിയൂർ ദേശം, അയ്യന്തോൾ, തൃക്കുമാരകുടം, പൂങ്കുന്നം, പാട്ടുരായിക്കൽ, കൊക്കാല, പെരിങ്ങാവ് തുടങ്ങി പുലിമടകൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ പുലിക്കളി ട്രൂപ്പുകൾ ഇന്നുണ്ട്. 41 ദിവസം വ്രതമനുഷ്ഠിച്ചാണ് പുലികളിക്കാർ ശരീരത്തിൽ ചായം തേക്കുക. കർക്കിടകം 1 തുടങ്ങി 4ാം ഓണം വരെയാണ് വ്രതകാലയളവ്. പുലിക്കളി സംഘത്തിൽ ആദ്യകാലങ്ങളിൽ പുരുഷന്മാരും കുട്ടികളും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് സ്ത്രീജന പങ്കാളിത്തവുമുണ്ട്. 4ാം ഓണത്തിന് വൈകിട്ടാണ് പുലിക്കളി അരങ്ങേറുന്നത്. വേഷം കെട്ടൽ തലേ ദിവസം രാത്രി തന്നെ ആരംഭിക്കും. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം നടുവിലാൽ ഗണപതിക്ക് നാളികേരമുടച്ചാണ് പുലിസംഘങ്ങൾ പുലിക്കളിക്കായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുക. ഒപ്പം വലിയ ട്രക്കുകളിൽ കെട്ടുകാഴ്ചകളും ഉണ്ടാകും. എന്തുതന്നെയായാലും മേളവും ആനയും പൂരവും കഴിഞ്ഞാൽ തൃശ്ശൂരിന് സ്വന്തം പുലിക്കളി തന്നെ. തെക്കൻ ജില്ലകളിൽ ഉണങ്ങിയ വാഴയിലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടക്കാറുണ്ട്. വേട്ടക്കാരന്റെ വേഷവും സംഘത്തിനൊപ്പമുണ്ടാകും. വീണ്ടും ഒരു ഓണക്കാലം അരികിലെത്തി നിൽക്കെ പുലികളിയുടെ താളമേള ചുവടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.